Good morning, all. Good morning, ma'am. Prayer പറഞ്ഞോ കേട്ടോ. Okay. Good morning, Aparna ma'am. Good morning, all my dear friends. Let's begin today's session with prayer song. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ അച്ഛനും അമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണി ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ കാരണനായുള്ള തമ്പുരാനേ. Sign in and തോട്ടോസുത്തരെ പറഞ്ഞോ കേട്ടോ. Good morning, everyone. First of all, I wish a good day for everyone. Today's class is held by Aparna ma'am. I welcome Aparna ma'am in the class and I welcome all my friends. Thank you. Thank you. Thought of the day. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്തത് അല്ലേ? അതില് റിപ്പോർട്ടിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ കുറച്ച് മിസ്റ്റേക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ റിപ്പോർട്ടിങ്ങിൽ വന്നിട്ടുള്ള. സോ ഈ ഒരു ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയാൻ പറ്റില്ല, ആദ്യത്തെ ഫുൾ പാരഗ്രാഫ് ഇല്ല, താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു സെന്റൻസ് മാത്രമാണ് ഉള്ളത്. നിങ്ങളോട് ഞാൻ പറഞ്ഞത് ആദ്യത്തെ സെന്റൻസും അവസാനത്തെ സെന്റൻസും ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അല്ലേ? നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഈ ഒരു സെന്റൻസും ഇല്ല, ഈ ഒരു സെന്റൻസും ഇല്ല. ഓക്കെ, അപ്പൊ റിപ്പോർട്ടിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആണ് അല്ലെ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും നമ്മൾ എന്ത് വേണം, നമ്മൾ നമ്മുടെ സുപ്പീരിയറിനോട് നമ്മൾ എന്ത് ചെയ്യണം, റെസ്പോൺസിബിൾ ആണ്, അക്കൗണ്ടബിൾ ആണ്, നമുക്ക് അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് കീപ്പിംഗ് ടു ഹോം ദ എക്സിക്യൂട്ടീവ്സ് റെസ്പോൺസിബിൾ ഈസ് ഇൻഫോം ആസ് ടു വാട്ട് ഈസ് ഗോയിങ് ഓൺ. നമ്മുടെ എക്സിക്യൂട്ടീവ്സിനോട് നമ്മളിവിടെ എന്താ നടക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഇൻഫോം ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് റെസ്പോൺസിബിൾ ആണ്. Keeping himself and his subordinate informed through record research inspection. നമ്മൾ ഈ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് നമ്മൾ എങ്ങനെയാണ് ടോപ്പ് മാനേജ്മെന്റിനോട് അറിയിക്കുന്നത്? റെക്കോർഡുകളിലൂടെ, റിസർച്ചിലൂടെ, ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്യുമ്പോഴാണ് ടോപ്പ് മാനേജ്മെന്റിന് നമ്മളിവിടെ നടക്കുന്ന ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ടൊക്കെ ധാരണ കിട്ടുന്നത്. ഇതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അറ്റൻഡൻസ് രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സ്മാർട്ട് സ്ട്രീം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്. ഞങ്ങൾക്ക് ഇന്ന ടൈമിനുള്ളിൽ ഇവിടെ എത്തണം, ഇന്ന ടൈമിലേ പോകാൻ പാടുള്ളൂ. അപ്പൊ അത് അറ്റൻഡൻസ് രജിസ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ എങ്ങാനും വൈകി കഴിഞ്ഞാൽ ഇത് ഇൻസ്പെക്ഷന് പോകും. ഞങ്ങൾക്ക് മന്ത്ലി ഇൻസ്പെക്ഷൻ ഉണ്ട്. മന്ത്ലി ഇൻസ്പെക്ഷന് പോയിട്ട് അതിൽ ഞങ്ങൾ കൂടുതലായിട്ട് ആരാണോ ലേറ്റ് ആയിട്ട് വരുന്നത് അവർ നോട്ട് ചെയ്തിട്ട് പേഴ്സണൽ ആയിട്ട് നമുക്ക് വാണിംഗ്സ് കാര്യങ്ങളൊക്കെ വരും. മേ ബി അടുത്ത നടപടികൾ എടുക്കാനായിരിക്കാം.
അതേപോലെ നമ്മൾ ഓരോ ക്ലാസ്സിലും ഏതെല്ലാം പോർഷൻസ് ആണ് എടുക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഡെയിലി റിപ്പോർട്ടുകൾ ഉണ്ട്. ഡെയിലി നമ്മൾ ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MT 90 ക്ലാസ് ആണെന്ന്. അപ്പം ഞാൻ MT 90 റെക്കോർഡ് ബുക്കില് ഡെയിലി ബുക്കിൽ എഴുതാൻ പോകുന്നത് MT 90 ഇന്ന ടൈമിൽ ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതും. എങ്ങനെയാണ് ഇന്ന് മൊഡ്യൂൾ 1 പാർട്ട് 4 യൂണിറ്റ് 9 സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് കംപ്ലീറ്റഡ് ചാപ്റ്റർ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് വെക്കും. അതിനെന്താന്ന് നമുക്ക് എന്താണോ ക്ലാസ്സിൽ എടുക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ലഘുവായിട്ട് എഴുതുന്ന ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുന്നു. എല്ലായിടത്തും ഉണ്ട്. ഞാൻ നമ്മുടെ സ്മാർട്ട് സ്ക്രീനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതല്ല, ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് തന്നെ റെക്കോർഡുകൾ ഉണ്ട്. ഞാൻ ഓരോ ക്ലാസ്സിലും ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് കഴിയുമ്പോൾ ആ ചാപ്റ്ററിന്റെ ക്ലാസ്സിന്റെ താഴെ ആ ചാപ്റ്ററിന്റെ പേര് എഴുതി വെക്കും. സോ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും റെഫറൻസിന് വേണ്ടിയിട്ട് അത് എടുക്കേണ്ടതായിട്ട് വരും. നമ്മളിപ്പോ മേ ബി ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സമയത്ത് നമുക്ക് ചാപ്റ്റേഴ്സ് എങ്ങനെ മാറി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണൽ ആയിട്ട് റെക്കോർഡ് കീപ്പ് ചെയ്യാറുണ്ട്. ഇല്ലേ? നിങ്ങളും റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാറില്ലേ? ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വേണ്ട, വീട്ടില് എന്തെങ്കിലും ചെറിയ കണക്കുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാറില്ലേ? ഇതൊന്നും ചെയ്യാറില്ല. നല്ല കുട്ടികളാ. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കീപ്പ് ചെയ്യുന്നു. സോ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കീപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുന്നത്. അത് ടോപ്പ് മാനേജ്മെന്റ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ടോപ്പ് മാനേജ്മെന്റിലേക്ക് അത് ഇൻഫോം ചെയ്യുമ്പോൾ അത് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരും. റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല കേട്ടോ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മളിപ്പോ വിചാരിക്കും ഇന്ന് നടന്ന സംഭവം ടോപ്പ് മാനേജ്മെന്റിലേക്ക് അറിയിച്ചു കഴിയുമ്പോൾ അത് അവിടെ വെച്ച് കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കും. പക്ഷെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ത്രൂ ഔട്ട് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. റിപ്പോർട്ടിംഗ് ഷുഡ് ബി ഒബ്ജക്റ്റീവ് ആൻഡ് ഇംപാർഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തുനിഷ്ഠിതമായിട്ടായിരിക്കണം. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ വസ്തുനിഷ്ഠത ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ചെയ്യേണ്ടത്. നിഷ്പക്ഷം എന്ന് പറയുമ്പോൾ എന്താണ്? പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. ചില ടീച്ചേഴ്സിനോട് ഫെയർനെറ്റിസം കാണിച്ചിട്ട് അവരുടെ കുറ്റങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. റിപ്പോർട്ടിംഗ് ഷുഡ് ബി ഒബ്ജക്റ്റീവ് ആൻഡ് ഇംപാർഷ്യൽ. ഒബ്ജക്റ്റീവ് ആയിരിക്കണം, വസ്തുനിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം, നിഷ്പക്ഷമായിട്ടായിരിക്കണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമോഷൻസ് ആൻഡ് സെന്റിമെന്റ്സ് പ്ലേ എ റോൾ ഇൻ മോട്ടിവേഷണൽ എന്ന് വെച്ചാൽ നമ്മൾ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഇമോഷൻസിനോ സെന്റിമെന്റ്സിനോ നമുക്കൊരു റോളും ഇല്ല. സപ്പോസ് നമ്മൾക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് കൊളീഗ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു സുഹൃത്തായിരിക്കും. പക്ഷെ ആ ഒരു സുഹൃത്തിനെ കുറിച്ച് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് പറയേണ്ടതായിട്ട് വരും, അല്ലെ? ആ സമയത്ത് നമ്മൾ അതിൽ എന്താണ് നമ്മുടെ ഇമോഷൻസ് ഒന്നും അതിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇമോഷൻസും സെന്റിമെന്റ്സും അവിടെ നോക്കാൻ പാടില്ല. ഇംപാർഷ്യൽ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മളുടെ കൊളീഗ് ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, നമ്മളോടാണ് അത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് അന്വേഷിച്ച് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? കേൾക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലാവാത്തതാണ് പ്രശ്നം. ഓക്കെ, റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ ടോപ്പ് മാനേജ്മെന്റിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അക്കൗണ്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കൗണ്ട്സിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. റിപ്പോർട്ടിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ്സിനെ കുറിച്ചിട്ടായിരിക്കും നമുക്ക് റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇതെപ്പോഴും വസ്തുനിഷ്ഠിതമായിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ. പിന്നെ ഇംപാർഷ്യൽ ആയിരിക്കണം. നമ്മളത് എന്താ പറയാ, നിഷ്പക്ഷമായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. ഫേവറിറ്റിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഫേവറിറ്റിസ് ഒന്നും കാണിക്കാൻ പാടില്ല. ഇപ്പൊ നമുക്ക് ഫേവറായിട്ട് ആളുടെ കുറ്റങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരാളുടെ കുറ്റങ്ങൾ മാത്രം എടുത്ത് കാണിക്കാനൊന്നും പാടില്ല. നമ്മൾ ഒരിക്കലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇമോഷൻസോ സെന്റിമെന്റ്സോ നോക്കാൻ പാടില്ല. കാരണം നമ്മളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ടോപ്പ് മാനേജ്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇമോഷൻസ് മെർജ് ചെയ്യാനായിട്ട് പാടില്ല. ഇമോഷൻസ് ആയിട്ട് മിക്സ് ചെയ്ത് നമ്മൾ റിപ്പോർട്ടിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ട് പാടില്ല. Reporting is not only explanatory, instructional, but also correctional and motivational.
നമ്മളൊരു എക്സ്പ്ലനേറ്ററി മാത്രമായിട്ടല്ല റിപ്പോർട്ടിൽ പറയുന്നത്. അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റും, ആ ഒരു മിസ്റ്റേക്ക് ഓവർകം ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, കറക്ഷണൽ എങ്ങനെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും, അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഈ റിപ്പോർട്ടിങ്ങിൽ പറയുന്നത്. റിപ്പോർട്ടിംഗ് ഈസ് ഓൾസോ ഡൺ ബൈ ദ സുപ്പീരിയർ ടു സബോർഡിനേറ്റ് ആൻഡ് സബോർഡിനേറ്റ് ടു സുപ്പീരിയർ. റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. ടോപ്പ് മാനേജ്മെന്റിൽ നിന്ന് ലോവർ ലെവലിലേക്കും ലോവർ ലെവലിൽ നിന്ന് ടോപ്പ് ലെവലിലേക്കും വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിനെയാണ് നമ്മൾ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സുപ്പീരിയർ എന്ന് പറയുന്നത് ഓണർ ആയിരിക്കും. ഓണർ സബോർഡിനേറ്റ്, അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കും. അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർ സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യും, സുപ്പീരിയറിനോട് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് വരും. ഇത് രണ്ടുപേരും തമ്മിൽ റിപ്പോർട്ടിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാണ്, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യേണ്ട വ്യക്തി. സുപ്പീരിയറിനോട് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും ഈ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇംപാർഷ്യൽ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സബ്മിറ്റ് ചെയ്യാൻ. ദർ ഇസ് നോ ഇമോഷണൽ ആൻഡ് സെന്റിമെന്റ്സ് അവിടെ ഒരു റോളും പ്ലേ ചെയ്തില്ല. കറക്റ്റ് ആയിട്ട് നമ്മൾ ഇംപാർഷ്യൽ ആയിട്ട് തന്നെ നമ്മൾ അത് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. റിപ്പോർട്ടിംഗ് നോട്ട് ഓൺലി ഒരു എക്സ്പ്ലനേറ്ററി അല്ല, അവർക്ക് എന്തെല്ലാം ചെയ്യാം, ഈ ഒരു തെറ്റ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അതെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ റിപ്പോർട്ടിംഗിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇത്രയും ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. മോക്ക് ടെസ്റ്റ് തരാം, അറ്റൻഡ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മളുടെ നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോ എടുക്കുന്ന എല്ലാ യൂണിറ്റ്സും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള യൂണിറ്റ്സുകളാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മളുടെ എന്താ പറയാ പാർട്ടുകള് ഭയങ്കര സിമ്പിൾ ആണെന്ന്. ഞാനിപ്പോ പാർട്ട് 4 ആണ്. നമ്മൾ യൂണിറ്റ് പാർട്ട് 1 പഠിച്ചപ്പോ ഈസി ആയിരുന്നോ നിങ്ങൾക്ക്? റെസ്പോണ്ട് ചെയ്യാത്ത കുറച്ചൊക്കെ, എല്ലാമല്ല കുറച്ചൊക്കെ. ഓക്കെ, മെന്റൽ ഹെൽത്ത് ആയിരിക്കും ടഫായിട്ട് തോന്നിയത് ആണോ? കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വരുന്നത് അത് ക്ലാസ് കേൾക്കുമ്പോഴല്ല, നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴ. ആണോ? അല്ല മാം, പാർട്ട് 2-ലാണ് കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നത്. ഏത് യൂണിറ്റ്സ് ഒക്കെയാണ്? അതല്ല മാം, അത് നമ്മള് വായിക്കാത്തതിന്റെ കുഴപ്പം കണ്ട. അതാണ് ഉദ്ദേശിച്ചത്. പാർട്ട് 1 നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് പോകും ഇല്ലേ? നമ്മളുടെ നമ്മള് കുറച്ച് ചിന്തിച്ച് നോക്കുമ്പോ കിട്ടുന്ന ഈസി ആയിട്ടുള്ളതാണ്. അതേപോലെ ഒരു പാർട്ടാണ് പാർട്ട് 4. ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതില് വേറൊരു സെഷൻ ഉണ്ട്, പാർട്ട് 3 എന്ന് പറയുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറിയുടെ ആ ഒരു സെഷൻ എന്ന് പറയുന്നത്, മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇത് ആ ഒരു പാർട്ട് പ്ലസ് പ്രാക്ടിക്കൽ ഏരിയ വരുന്നുണ്ട് നിങ്ങൾക്ക്. പ്രാക്ടിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും വരും. ലൈവ് ഉണ്ട്, ഓൺലൈൻ ഉണ്ട്, അതേപോലെ തന്നെ ലൈവ് പ്രാക്ടിക്കൽ ക്ലാസ്സും ഉണ്ട്. അപ്പോ ചിലപ്പോ അടുത്ത വീക്കുകളിൽ അല്ലെങ്കിൽ ഈ ഒരു 2-3 വീക്സ് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? മെറ്റീരിയൽസിനെ കുറിച്ചിട്ടൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത് തന്നെ. അപ്പോ എന്താ പറയാ, അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ നിങ്ങളുടെ ടൈമിലായിരിക്കില്ല, ഈ ഒരു ക്ലാസ്സിന്റെ ടൈമിലായിരിക്കില്ല വരുന്നത്. മേ ബി സാറ്റർഡേസ് ആയിരിക്കാം. സാറ്റർഡേ ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഏത് സമയത്തായാലും കുഴപ്പമില്ല, രാവിലെ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ ഈ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും, 1:30 to ആ ഒരു ടൈമിലായിരിക്കും ക്ലാസ് വരുന്നത്. എടാ, നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, മോണ്ടിസോറി മെറ്റീരിയൽസ്, നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ആ മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കിയിട്ടില്ലല്ലോ. മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ചിലപ്പോൾ അടുത്ത വീക്കുകളിൽ സ്റ്റാർട്ട് ചെയ്യും. മേ ബി ഒരു ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്നത്. അപ്പൊ നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട, ആ ക്ലാസ്സിൽ കയറാം. ഞങ്ങൾ തന്നെയായിരിക്കും, ഞാൻ ജിഷാ മിസ്, അശ്വതി മിസ് ഒക്കെ തന്നെയായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. ഡൗട്ട് ഒന്നും അടിക്കേണ്ട. നമ്മൾ ആ ഒരു
നമ്മളിപ്പോ ക്ലാസ് ലെക്ചർ നോട്ട് വെച്ചാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ചെയ്യുമ്പോൾ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ ഒരു ഇൻഫർമേഷൻ വരുമ്പോ നിങ്ങൾ മാം നമ്മള് ഇപ്പം ഉണ്ടാക്കിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത ആ മെറ്റീരിയൽസിന്റെ ആണോ മാം? നമ്മുടെ ഒറിജിനൽ മോണ്ടിസോറി ഒറിജിനൽ ഓക്കെ ഒറിജിനൽ മോണ്ടിസോറി മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഓക്കെ മാം. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഇവിടെ. ആദ്യം ഓൺലൈൻ, പിന്നെ ലൈവ്. ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ലൈവ് ക്ലാസ് ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു 1 day ആണ് വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പൊ ആ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അടുത്തുള്ളവരെ മാക്സിമം എല്ലാവരും വരണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ മെറ്റീരിയൽസ് കാണുന്നത്. മെറ്റീരിയൽസ് കാണുന്നത് അത് വർക്ക് ചെയ്ത് നോക്കാനൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ആ മെറ്റീരിയൽസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ ആയിട്ട് വരുമ്പോൾ ഞാനത് പറഞ്ഞില്ലല്ലോ, ടീച്ചേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്, അത് നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഇൻഫർമേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ഏരിയയിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഫോണറ്റിക്സ്. കേട്ടിട്ടുണ്ടോ? ഫോണറ്റിക്സ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല ആരും? ഫോണറ്റിക്സ് കേട്ടിട്ടില്ല? അതന്നെ ഫോണറ്റിക്സ്. ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പേപ്പർ ആയിട്ട് പഠിക്കേണ്ട ഒരു ലാംഗ്വേജ് ആയിരുന്നു, ഒരു സബ് ലാംഗ്വേജ് ആയിരുന്നു ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ വരുന്നതാണ്. നമ്മളിപ്പോ ആൽഫബറ്റ്സിന്റെ ഒക്കെ സൗണ്ട്സ് ഉണ്ടല്ലോ, നമ്മള് ABCD അല്ലേ പഠിപ്പിക്കണേ? സാധാരണ ABCD ഒക്കെ അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ABCD അങ്ങനെയല്ലേ പഠിച്ചിരിക്കണേ? പക്ഷെ അങ്ങനെയല്ല അതിന്റെ സൗണ്ട്സ് എന്ന് പറയുന്നത്. ഫോണറ്റിക് സൗണ്ട്സ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A for B for B അല്ലേ? ഇപ്പൊ ചില സ്കൂളുകൾ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്, ഫോണറ്റിക് സൗണ്ട്സ് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് നമ്മുടെ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഉണ്ടല്ലോ നമ്മുടെ കയ്യില്, ഇല്ലേ? നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്. ഈ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഫോണറ്റിക് സൗണ്ട്സും കൂടിയാണ് നമ്മൾ ആദ്യം കുട്ടികൾക്ക് ലാംഗ്വേജ് ഏരിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും ഫോണറ്റിക് സൗണ്ട്സും കൂടിയാണ് നമ്മൾ കുട്ടികൾക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താണ് ഈ സൗണ്ട്സും പറഞ്ഞു കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫോണറ്റിക് സൗണ്ട്സിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടും. ഫോണറ്റിക്സ് ABCDയുടെ സൗണ്ട്സ് സെർച്ച് ചെയ്ത് ഫോണറ്റിക് സൗണ്ട്സ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ ഒരു പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു സൗണ്ട് ഉണ്ട്. നമ്മൾ സൗണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുന്നത്, ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആൽഫബറ്റ്സ് പഠിച്ചു കഴിയുമ്പോഴേക്കും സൗണ്ട്സും കൂടി പഠിച്ചു കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റി തുടങ്ങും, കൂട്ടി വായിക്കാനായിട്ട് പറ്റും അല്ലെ? അപ്പോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളുടെ അശ്വതി മിസ്, ഇംഗ്ലീഷിന്റെ അശ്വതി മിസ് തന്നെയാണ് ഫോണറ്റിക് സൗണ്ട്സിനെ കുറിച്ചുള്ള ക്ലാസ് കൊടുക്കുന്നത്. അതും ചിലപ്പോ അടുത്ത ക്ലാസ്സുകളിലായിട്ട് തന്നെയായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഞാനിപ്പോ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പ്രാക്ടിക്കൽ ക്ലാസിന്റെ കാര്യം, മറ്റൊന്ന് നമ്മൾ ഫോണറ്റിക്സിന്റെ ക്ലാസ്സിന്റെ കാര്യം. ഓക്കെ, നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഈ ഫോണറ്റിക്സിന്റെ ക്ലാസ്സും പ്രാക്ടിക്കൽ ലൈഫിന്റെ മെറ്റീരിയൽസിന്റെ ക്ലാസ്സും. ഓക്കെ, റെക്കോർഡ് എന്തോരം വരെ കംപ്ലീറ്റ് ആയി? എത്ര റെക്കോർഡായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രാമത്തെ റെക്കോർഡാ? അല്ല, ഏകദേശം ജിഷാക്സ് പറഞ്ഞത് എത്രാമത്തെ റെക്കോർഡ് വരെ ഇപ്പൊ നിങ്ങൾ ചെയ്തു? നാലാമത്തെ റെക്കോർഡാണ്. നാലാമത്തെ ഏതാണ്? പസിൽസ് ആണോ ചെയ്തോണ്ടിരിക്കണേ? ഓക്കെ, അത് കഴിയുമ്പോൾ 5th റെക്കോർഡ് എന്ന് പറയുന്നത് മോണ്ടിസോറി അപ്പാരറ്റിക്സിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും മോണ്ടിസോറി അപ്പാരറ്റിക്സിന്റെ റെക്കോർഡ്. വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നോട്ട് റെക്കോർഡിൽ നിന്ന് ജസ്റ്റ് നിങ്ങളുടെ സ്വന്തം റെക്കോർഡിലേക്ക് കോപ്പി ചെയ്യുക, പിന്നെ പേസ്റ്റ് ചെയ്യുക, ഇമേജസ് പേസ്റ്റ് ചെയ്യാന്ന് മാത്രമേ 5th റെക്കോർഡ് ഉള്ളൂ. നമ്മൾ ഈ പ്രാക്ടീസിന് വരുമ്പോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിന് വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ 5th റെക്കോർഡ് എന്തായാലും വേണം. ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ്
വരുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് 5th റെക്കോർഡ് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. 5th റെക്കോർഡ് അപ്പറേറ്റസിന്റെ ആണോ? മോൺസോർ അപ്പാറ്റിക്സിന്റെ റെക്കോർഡാണ്. ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ട് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ള റെക്കോർഡ് ചിലപ്പോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോ അത് കംപ്ലീറ്റ് ആക്കണം. പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വരും. പിന്നെ ഫോണിക്സിന്റെ ക്ലാസ്സിന്റെയും ഇൻഫർമേഷൻ വരും കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ഇത് സെമിനാറിന്റെ ചാപ്റ്റർ ആണ്. നമ്മൾ സെമിനാറാണ് കുട്ടികൾക്ക് കൊടുക്കാറ്. ഞാൻ കുറച്ച് പോർഷൻസ് എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് സെമിനാർ തരാനാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് അപ്പൊ സെമിനാർ എടുത്തോളൂ. സോ നമ്മള് യൂണിറ്റ് 10 മാൻ ആൻഡ് എൻവയോൺമെന്റ്, മനുഷ്യനും പ്രകൃതിയും അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് ആണ് മനുഷ്യനും പ്രകൃതി എന്ന് പറയുന്നത്. നമ്മളുടെ എൻവയോൺമെന്റ് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ. നമ്മളുടെ പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഭൂമി, എന്താ പറയാ, വായു, ജലം എല്ലാം ആരാ തരുന്നത്? നമ്മളുടെ പ്രകൃതിയാണ് തരുന്നത് അല്ലെ. നമ്മൾ തിരിച്ചെന്താ ചെയ്യുന്നേ? പ്രകൃതിക്ക് നമ്മൾ എന്താ തിരിച്ച് റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത്? നമ്മൾ അവരെ നല്ല രീതിയിൽ പരിപാലിക്കുകയാണോ ചെയ്യുന്നത്? ഇല്ല. സോ ഇവിടെ നമ്മൾ പറയുന്നത് മാൻ ആൻഡ് എൻവയോൺമെന്റ് ആണ്. മാനും എൻവയോൺമെന്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാല് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ള ഒരു 2 ഫാക്ടേഴ്സ് ആണ് ആര്? മനുഷ്യനും പ്രകൃതിയും എന്ന് പറയുന്നത്. നമുക്ക് പ്രകൃതി ഇല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് വേണ്ട റിസോഴ്സസ്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ എൻവയോൺമെന്റ് ആണ് അല്ലെ. നാച്ചുറൽ റിസോഴ്സസ് ആവട്ടെ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ എല്ലാം നമുക്ക് എന്താ പറയാ, നമുക്ക് വേണ്ട ഫുഡ്, വാട്ടർ, അതേപോലെ തന്നെ ഓക്സിജൻ എല്ലാം ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രകൃതിയാണ്. മെയിൻലി നമുക്ക് 2 ടൈപ്പ് റിസോഴ്സസ് ആണുള്ളത്. ഒന്ന് റിന്യൂബിൾ റിസോഴ്സസും മറ്റൊന്ന് നോൺ റിന്യൂബിൾ റിസോഴ്സും. നമുക്ക് ഈ റിസോഴ്സ് ഒക്കെ ആരാ തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രകൃതി, നമ്മുടെ എൻവയോൺമെന്റ് ആണ് നമുക്ക് തരുന്നത്. 2 ടൈപ്പ് റിസോഴ്സ് ഉണ്ട്. ഒന്ന് റിന്യൂബിളും ഒന്ന് നോൺ റിന്യൂബിൾ ആണ്. റിന്യൂബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാല് നമുക്ക് വീണ്ടും വീണ്ടും റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയാ, കംപ്ലീറ്റ് ചെയ്ത് പോവില്ല, സ്റ്റോപ്പ് ആവില്ല. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോളാർ എനർജി ഒരു റിന്യൂബിൾ റിസോഴ്സ് ആണ് അല്ലേ. സോളാർ എനർജി ഒരു റിന്യൂബിൾ റിസോഴ്സ് അല്ലേ. വാട്ടർ റിന്യൂബിൾ റിസോഴ്സ് അല്ലേ. നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നതിന് അത്രയും തന്നെ ക്വാണ്ടിറ്റി റിട്ടേൺ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നിരുന്നാലും അത് എന്ത് ചെയ്യുന്നുണ്ട്? റീസ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ അത് വീണ്ടും റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ ബയോമാസ്, ജൈവ പ്രകൃതി അല്ലെങ്കിൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് റിന്യൂബിൾ റിസോഴ്സ് ആണ്. നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന റിന്യൂബിൾ റിസോഴ്സ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ് ഒക്കെ ചെയ്ത് നമുക്ക് വീണ്ടും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന റിസോഴ്സിനെയാണ് റിന്യൂബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിന്യൂബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. ബട്ട് നോൺ റിന്യൂബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ് പറയാ, കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോകും. എന്താ പറയാ, കംപ്ലീറ്റ് ചെയ്ത് പോകും. ഒരു ചെറിയ പീരീഡ് കൊണ്ട് തന്നെ നമ്മളുടെ നോൺ റിന്യൂബിൾ റിസോഴ്സ് നമ്മളിൽ നിന്ന് എന്ത് ചെയ്യും? അതെന്ന് പോകും. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർ അല്ലെങ്കിൽ നമ്മളുടെ ഈ പെട്രോൾ, ഡീസല്, കെറോസിനൊക്കെ വില കൂടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ് അറിയോ? നമ്മൾ പറയും യുദ്ധമൊക്കെ ആണ്. ഒരു പരിധിവരെ അതാണ്. എന്നിരുന്നാലും എന്താണ് ഈ എന്താ പറയാ, കോൾ അല്ലെങ്കിൽ കരിയോയിൽ, ഓക്കെ, കോൾ അല്ലെങ്കിൽ ഓർ ഫോസിൽ ഫ്യൂവൽസ്
അതേപോലെ ഓസ് മെറ്റൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇതൊരു ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്തു പോകും, കംപ്ലീറ്റ് ആയി പോകും, തീർന്നു പോകും അല്ലെ, റിപ്ലനിഷ് ആയി പോകും, കംപ്ലീറ്റ് ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് തീർന്നു പോകുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ വില കൂടുന്നത്. ഇപ്പൊ ഗോൾഡ് ആണെങ്കിൽ എന്തുകൊണ്ട് ഗോൾഡിന് ഇപ്പൊ റേറ്റ് കൂടുതൽ? കാരണം നമ്മുടെ ഭൂമിയിലുള്ളതിന്റെ ഒരു 90% ഓഫ് ഗോൾഡും എന്ത് ചെയ്തു, മനുഷ്യര് ഖനനം ചെയ്തെടുത്തു. ഇനി ആകെ 10% ഭൂമിയിൽ ഡെപ്പോസിറ്റ് ഉള്ളൂ. സോ എന്താണ്, അതിനുള്ളതിന്റെ വില എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും അല്ലെ. സോ നമ്മുടെ നമ്മുടെ ഒരു എന്താ പറയാ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. റിസോഴ്സസ് ആർ ദ തിങ്സ് യൂസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ്. നമ്മുടെ മനുഷ്യന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്ത് തിങ്സെയും നമുക്ക് റിസോഴ്സസ് എന്ന് പറയാം. നാച്ചുറൽ റിസോഴ്സസ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ നേച്ചറിൽ നിന്നാണ് നാച്ചുറൽ റിസോഴ്സ് വരുന്നത്. എക്സാമ്പിൾ പറഞ്ഞത് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ ഒക്കെയാണ്. ഇനി ഇതിൽ നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ടെസ്റ്റിൽ. അത് റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. ദീസ് റിസോഴ്സ് ക്യാൻ ബി സ്റ്റോർഡ് നാച്ചുറലി ആഫ്റ്റർ യൂസ്. നമ്മളിത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസിനെയാണ് നാച്ചുറൽ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. വാട്ടർ, ബയോമാസ്, അതേപോലെ സോളാർ എനർജി ഒക്കെ എന്താണ്, നമ്മള് റിന്യൂവബിൾ റിസോഴ്സ് ആണ്. നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് ദി റിസോഴ്സ് കാനോട്ട് ബി റീപ്ലേസ്ഡ് ക്വിക്ലി. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിന്റെ ഒരു എക്സാമ്പിൾ നമുക്കറിയാം. എന്താണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിന് പഴക്കമുള്ള ഒരു മെറ്റീരിയൽ ആണ് എന്ത് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അത് നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്രയും ഒരു കാലയളവ് നമുക്ക് വേണ്ട വരും. സോ അപ്പൊ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, cannot be replaced quickly. പെട്ടെന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. They get exhausted after use. നമ്മളത് ഉപയോഗിക്കും തോറും അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഫോസിൽ ഫ്യൂവൽ, മെറ്റൽ, ഓറൊക്കെയാണ് എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സിന് എക്സാമ്പിൾ. ഓക്കെ, ചെറിയ ധാരണ കിട്ടിയോ? ജസ്റ്റ് ഒരാളൊന്ന് റീഡ് ചെയ്യോ ഈ ഒരു ഞാനിപ്പോ ഇത്രയും പറഞ്ഞ അത്രയും കാര്യങ്ങള്? ഉറക്കി വായിക്കണം കേട്ടോ. മാം ഈ റിസോഴ്സ് തൊട്ടിട്ടല്ലേ റിസോഴ്സ് ആണ് റിസോഴ്സ് മുതലിട്ട്. ഓക്കെ. A resource has been defined as any means of attaining given ends or a source of supply or support generally held in reserve. Natural resources include the total natural environment, that is the entire surface layer of Earth. So the natural resources are the components of atmosphere, hydrosphere and lithosphere. Based on the affluence and availability, natural resources are divided into two sections. They are renewable and non-renewable resources. Renewable resources. These resources are naturally restored after being used. Example, water, biomass. Non-renewable resources. These are resources which cannot be replenished within a small period. Example, fossil fuels. Thank you. Non-renewable resources are fossil fuels, ores, metals. Next, വായിക്കണം. ഇല്ലടാ വേണ്ട. ഇത് വരല്ലേ? ഓക്കെ, താങ്ക് യു. നമ്മൾ എന്താ പറഞ്ഞത്, റിസോഴ്സസ് എന്ന് പറയുന്നത്, നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു റിസോഴ്സിനെയും നമ്മൾ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയും. നമുക്ക് നാച്ചുറൽ റിസോഴ്സ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നമ്മളുടെ എൻവയോൺമെന്റ്, നമ്മളുടെ പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് വേണ്ട നാച്ചുറൽ റിസോഴ്സ് കിട്ടുന്നത്. അതിന്റെ സമ്പത്തും അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നമുക്ക് നാച്ചുറൽ റിസോഴ്സസിനെ സമൃദ്ധിയാണ് കേട്ടോ, അഫ്ലുവൻസ് എന്ന് പറയുന്നത് സമൃദ്ധി അവൈലബിലിറ്റി നോക്കിയിട്ട്
വേണ്ടി നമുക്ക് നാച്ചുറൽ റിസോഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് റിന്യൂവബിൾ റിസോഴ്സും മറ്റൊന്ന് റിന്യൂവബിൾ റിസോഴ്സും ആണ്. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ യൂസ് ചെയ്താലും റീസ്റ്റോർ ചെയ്യപ്പെട്ടോണ്ടേയിരിക്കും. നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല, റീപ്ലേസ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ചെറിയ പീരീഡ് കൊണ്ട് നമുക്ക് വീണ്ടും ഈ ഫോസിൽ ഫ്യൂൽ ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. സോ ഇപ്പോൾ രണ്ട് രീതിയിലാണ് റിസോഴ്സ് വരുന്നത്, റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും. റിന്യൂവബിൾ റിസോഴ്സിന് എക്സാമ്പിൾ ആണ് വാട്ടറും ബയോമാസും. നോൺ റിന്യൂവബിൾ റിസോഴ്സിന് എക്സാമ്പിൾ ആണ് ഫോസിൽ ഫ്യൂവൽസും ഓർ മെറ്റൽസ്, അയൺ ഓർ ഏതൊരു മെറ്റൽ ആയാലും ഓർസ് മെറ്റൽസ് ഒക്കെ എന്താണ് ഫോസിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഒന്ന് എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കി. എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? റീഡ് ചെയ്തിട്ട് സമ്മതിക്കണം കേട്ടോ. ഓക്കെ, ഓക്കെ, എല്ലാവരും കേൾക്കാലോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മള് എൻവയോൺമെന്റ് പൊല്യൂഷനെ കുറിച്ചിട്ട് പോസ്റ്റർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഡിഫറെന്റ് ആയിട്ടുള്ള എർത്ത് പൊല്യൂഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് പൊല്യൂഷൻ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് എർത്ത് പൊല്യൂഷൻ അടിച്ചു നോക്കട്ടെ, കുറച്ച് പനികളല്ലേ നമുക്ക് വിഷമം തോന്നും അല്ലേ? നമ്മുടെ ഭൂമി എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? ഓരോ ദിവസം ചെല്ലും തോറും അത് എന്താ പറയുക പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പോ ഈ ഒരു അവസ്ഥയെ നമുക്ക് അറിയാം അല്ലെ? അതിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് ബോധവൽക്കരണം, എൻവയോൺമെന്റ് ഡേയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി ആണ് എൻവയോൺമെന്റ് പൊല്യൂഷനെ കുറിച്ചിട്ടൊരു പോസ്റ്റർ ചെയ്യാറില്ലേ? എൻവയോൺമെന്റ് ഡേക്കൊക്കെ നമ്മൾ കുട്ടികൾക്ക് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എൻവയോൺമെന്റ് പൊല്യൂഷനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കണം. അതിൽ ഇതേപോലൊരു ഇമേജ് വേണം. ഇപ്പൊ സേവ് എർത്ത് അല്ലെങ്കിൽ കോട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിരിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു
എൻവയോൺമെന്റ് പൊല്യൂഷനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാം. ഇമേജസ് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. എയർ പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇമേജസ് വരും. അതനുസരിച്ച് നിങ്ങളൊരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യണം. പ്ലസ് എൻവയോൺമെന്റ് പൊല്യൂഷനെ കുറിച്ചിട്ട് ഒരു സെമിനാറും എടുക്കണം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, എൻവയോൺമെന്റ് പൊല്യൂഷനെ കുറിച്ച് സെമിനാർ നെക്സ്റ്റ് ക്ലാസ്സിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5th ജൂൺ ട്ടോ. ജൂൺ 5th. എന്ത് ഇമ്പോർട്ടൻസ് ജൂൺ 5th? എന്തോ ഒരു ഇമ്പോർട്ടന്റ് അല്ലെ, എൻവയോൺമെന്റൽ ഡേ. അപ്പോ ജൂൺ 5th തന്നെ നമ്മൾ ആ ഒരു സെമിനാർ എന്ത് ചെയ്യുന്നു, എടുക്കുകയാണ്. എൻവയോൺമെന്റ് പൊല്യൂഷനെ കുറിച്ചിട്ടുള്ള സെമിനാർ പ്രസന്റ് ചെയ്യാം. അപ്പോ ഞാൻ ടോപ്പിക് ഓരോരുത്തർക്കായിട്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാവരും എന്ത് ചെയ്യണം, ഈ പോസ്റ്റർ പ്രിപ്പയർ ചെയ്യണം. എൻവയോൺമെന്റ് പൊല്യൂഷനെ കുറിച്ചിട്ടുള്ള പോസ്റ്റർ എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. സെമിനാർ നമ്മൾ ഇപ്പൊ അസൈൻ ചെയ്യുന്ന ഓരോരുത്തരും എടുത്താൽ മതി. ആദ്യത്തെ പോസ്റ്റർ നമ്മളെ നോട്ടിനകത്ത് എഴുതുക അതോ ചെയ്യില്ലേ, ഒരു അത്യാവശ്യം നമ്മള് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാറില്ലേ, എൻവയോൺമെന്റ് കുട്ടികൾക്ക് കൊടുത്തു വിടാറില്ലേ പോസ്റ്റർ ആയിട്ടൊക്കെ, അതേപോലെ ചെയ്തോട്ടെ. അപ്പൊ അത്യാവശ്യം ഒരു പോസ്റ്റർ ഇതിപ്പോ നിങ്ങൾ വൈവേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോസ്റ്ററും കൂടി നിങ്ങൾ വൈവേ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽസിന്റെ ഒപ്പം തന്നെ വെക്കണം കേട്ടോ. അത് നോക്കൂ കേട്ടോ. അപ്പം ആ മെറ്റീരിയൽസിനൊപ്പം വെച്ചാൽ മതി. ഇപ്പൊ എൻവയോൺമെന്റ് പൊല്യൂഷനെ കുറിച്ചിട്ട് പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാം. ആദ്യം ടോപ്പിക് എന്ന് പറയുമ്പോൾ ടെസ്റ്റ് റെഫർ ചെയ്യാം. ടെസ്റ്റിലത്തെ കാര്യങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നോണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പുറത്ത് നിന്ന്, നമുക്കറിയാം എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പുറത്തുനിന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങളത് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവരും പേജ് നമ്പർ 186 എടുക്കുക കേട്ടോ. 186 എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആദ്യത്തെ ടോപ്പിക്. ആകെ 2 സെന്റൻസേ ഉള്ളൂ ഇവിടെ. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ എന്താണ് എൻവയോൺമെന്റ് പൊല്യൂഷൻ, എൻവയോൺമെന്റ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ പൊല്യൂഷൻ കാരണം സംഭവിക്കുന്നത്, എത്ര ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ട്, ആ എൻവയോൺമെന്റ് പൊല്യൂഷൻസ് ജസ്റ്റ് കുറച്ചൊന്ന് ബ്രീഫ് ചെയ്ത് പോവാം. ഓക്കെ, എൻവയോൺമെന്റ് പൊല്യൂഷൻ എടുക്കുന്ന ആരാണ്? ഞാൻ എടുക്കാം. അശ്വതി അല്ലെ? അശ്വതി, ഓക്കെ. ദെൻ എയർ പൊല്യൂഷൻ നമുക്കറിയാം അല്ലെ, നമ്മള് ഇന്ന് ശ്വസിക്കുന്ന വായു അത്ര ക്ലിയർ ഒന്നല്ല. ആരാ എടുക്കുന്നേ? ഓക്കെ, ഒരു പേര് ജുബി. ജുബി, ഓക്കെ. ജുബൈരിയ എന്ന പേര് ജുബി. നെക്സ്റ്റ് ആണ് ലാൻഡ് പൊല്യൂഷൻ അല്ലെ. നമ്മൾ എക്സസൈസ് ആയിട്ട് ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഭൂമിക്ക് അല്ലെങ്കിൽ ലാൻഡിന് എന്താണ് ഒരുപാട് ഹസാർഡസ് ആണ്. സോ ലാൻഡ് പൊല്യൂഷനെ കുറിച്ച് ആരാ സെമിനാർ എടുക്കുന്നത്? ലാൻഡ് പൊല്യൂഷൻ ഞാൻ എടുക്കാം. നെക്സ്റ്റ് ആണ് സൗണ്ട് പൊല്യൂഷൻ അല്ലെ. നമ്മൾ വിചാരിക്കും സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത്ര വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന്. പക്ഷെ സിറ്റിയിലൊക്കെ താമസിക്കുന്ന കുട്ടികളിൽ സൗണ്ട് പൊല്യൂഷൻ കാരണം അവർക്ക് കേൾവിക്ക് തന്നെ ഒരുപാട് പ്രശ്നം വരുന്നതായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോ എന്റെ മോളുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്റെ മോൾക്ക് ഒരുപാട് സൗണ്ട് ഉള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ അവിടെ എന്താ പറയാ ഭയങ്കരമായിട്ടൊരു ഗാനമേളയൊക്കെ നടക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ഉള്ള ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് പിറ്റേ ദിവസം കുഴപ്പമില്ലാടാ, അത് കുഴപ്പമില്ല കുഴപ്പമില്ല, ബാക്കിയുള്ളവരുണ്ടല്ലോ അവർ പ്രസന്റ് ചെയ്തോളൂ. ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ്, ഇയറിന് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ സൗണ്ട് പൊല്യൂഷൻ കാരണം കുട്ടികൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്ത് വരുന്നുണ്ട്, സൈഡ് എഫക്ട്സ് വരുന്നുണ്ട്. സൗണ്ട് പൊല്യൂഷൻ ആരെടുക്കുന്നേ? സിന്ധു എടുക്കോടാ? എടുക്കാം മാം. ഓക്കെ, നെക്സ്റ്റ് റേഡിയേഷൻ പൊല്യൂഷൻ ആണ് കേട്ടോ. റേഡിയേഷൻ, ഓക്കെ. റേഡിയേഷൻ പൊല്യൂഷനും ഇപ്പൊ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതാരെടുക്കുന്നേ? നമ്മൾ ടെസ്റ്റിലുള്ളത് മാത്രമല്ല പുറത്തുനിന്ന് റെഫർ ചെയ്തിട്ട് കൂടി വേണം നിങ്ങൾ സെമിനാർ എടുക്കാനായിട്ട് കേട്ടോ.
ആരെ എടുക്കുന്നേ? റേഡിയേഷൻ പൊല്യൂഷൻ വിദ്യ. ഓക്കെ മാം. ഇനി നമ്മളുടെ ടെസ്റ്റിൽ തരാത്ത ഒരു പൊല്യൂഷൻ ഉണ്ട്, വിട്ടുപോയതാണ് അവര്. ശരിക്കും പറഞ്ഞാൽ ആ പൊല്യൂഷൻ വേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അത് ഏത് പൊല്യൂഷൻ ആണെന്ന് കണ്ടെത്താവോ? നമ്മുടെ ടെസ്റ്റിൽ പൊല്യൂഷൻസിൽ പറയാത്തൊരു പൊല്യൂഷൻ. ലാൻഡ് പറഞ്ഞു, സൗണ്ട് പറഞ്ഞു, റേഡിയേഷൻ പറഞ്ഞു, പിന്നെ എയർ പറഞ്ഞു. ഏതാണ് ഇതിൽ ഇല്ലാത്തത്? വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, ഒരെടുത്തോളോ വാട്ടർ പൊല്യൂഷൻ. സ്വന്തമായിട്ടൊന്ന് വാട്ടർ പൊല്യൂഷനെ കുറിച്ച് സെർച്ച് ചെയ്യാം, നോട്ട് പ്രിപ്പയർ ചെയ്യാം, പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ സെമിനാർ പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും സെമിനാർ എടുക്കാൻ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വരണം. കാരണം ആ ഒരു ഡേയുടെ ഇമ്പോർട്ടൻസോടാണ് നെക്സ്റ്റ് ക്ലാസ്സിന് ഒത്തിരി ഇമ്പോർട്ടൻസോട് കൂടി ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങള് പഠിപ്പിക്കാനൊക്കെ തുടങ്ങുന്ന ദിവസം ഈ ഒരു ദിവസത്തെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എൻവയോൺമെന്റൽ ഡേ ആണ്, ഒരു മരുന്നെങ്കിലും വന്ന് നമ്മൾ നടത്തണം അല്ലേ? പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസം നമ്മൾ മരം നടും അല്ലെ, ചെറിയൊരു ചെടിയെങ്കിലും. അപ്പൊ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? മനുഷ്യർക്കാണ്. മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എൻവയോൺമെന്റ് തിരിച്ച് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മൾ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആണ്. ഇതിൽ പറയാമോ തന്നെയാണ് ടീന? അല്ല മാം, കൈ കൊണ്ടതാ. നെക്സ്റ്റ് ഫ്രൈഡേ തന്നെയല്ലേ മാം? നെക്സ്റ്റ് ഫ്രൈഡേ തന്നെ കേട്ടോ. ഓക്കെ. പോസ്റ്റർ മേക്കിങ്ങിന്റെ തന്നെയാണോ മാം? അതല്ല, പോസ്റ്ററും അന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇമ്പോർട്ടന്റ് ആ ഒരു സെഷൻ അന്നത്തെ ദിവസത്തിൽ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ്. മാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് ഇവിടെ ബഹളമാണ്, അപ്പൊ എനിക്ക് മിസ്സായി പോകും, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ. ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഒന്നും കൂടെ ചോദിക്കുന്നത് അതുകൊണ്ടാട്ടോ. മറ്റുള്ളവരോട് കുറച്ചുകൂടെ ക്ലിയർ ആവും. ചിലപ്പോ ഞാൻ പറയുമ്പോ സ്പീഡിൽ പറയണോണ്ട് ചിലപ്പോ പെട്ടെന്ന് ക്ലിയർ ആവണമെന്നില്ല. അപ്പൊ മോനൊന്നും കൂടി ചോദിക്കുമ്പോ ബാക്കിയുള്ളവർക്കാണ് ഹെൽപ്ഫുൾ അല്ലേ? അല്ലേ? ഓക്കെ, ഇത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് റിസോഴ്സസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കുന്നത് കേട്ടോ. ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് റിസോഴ്സസ് നോക്കാം. മുകളിലായിട്ടുള്ള ടോപ്പിക്കാണ്. കേട്ടിട്ടുണ്ടോ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കേട്ടിട്ടുണ്ടോ? സുസ്ഥിര വികസനം. സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ റിസോഴ്സസ് ആണെങ്കിൽ പോലും നമ്മൾ ലാവിഷായിട്ടൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? റിസോഴ്സസ് ഷുഡ് ബി യൂസ്ഡ് കെയർഫുള്ളി. നമ്മൾ പറയില്ലേ, വെള്ളം അവിടെ പാഴാക്കാൻ പാടില്ല. നമുക്കറിയാം വെള്ളം എന്ന് പറയുന്നത് റിന്യൂവബിൾ റിസോഴ്സ് ആണ്. എന്നിരുന്നാലും വെള്ളം യൂസ് ചെയ്യുമ്പോൾ നമ്മളത് കെയർഫുള്ളി യൂസ് ചെയ്യണം. യൂസ് ഷുഡ് നോട്ട് ഫാസ്റ്റർ ദാൻ നാച്ചുറൽ റീപ്ലേസ്മെന്റ്. നമ്മൾ ഒരുപാടായിട്ട് എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? നമ്മൾ റീപ്ലേസ്ഡ് ആവാനുള്ള ടൈം എടുക്കും അല്ലെ? നമ്മൾ ഈ വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭൂമിയുടെ അടിയിലേക്ക് ചെന്ന് അത് വീണ്ടും എന്താണ് വെള്ളമായിട്ട് ഫോം ചെയ്യാനും ഒത്തിരി ടൈം എടുക്കും. അതുകൊണ്ട് എന്താണ് നമ്മൾ കുറച്ചും കൂടി നാച്ചുറൽ റീപ്ലേസ്മെന്റിന് ഫാസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഗ്രൗണ്ട് വാട്ടർ ഷുഡ് നോട്ട് ബി ഓവർ യൂസ്. നമ്മുടെ ഭൂഗർഭജലം, നമ്മുടെ ഭൂമിയുടെ അടിയിൽ ഗ്രൗണ്ട് വാട്ടർ ഉണ്ട് അല്ലെ? അത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം നമുക്ക് റെയിൻ വാട്ടർ യൂസ് ചെയ്യാം അല്ലെ? റെയിൻ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. മേ ബി നമ്മൾ പണ്ട് മഴവെള്ള ടാങ്കുകൾ ഉണ്ടായിരുന്നു പണ്ട്, വലിയ ടാങ്കുകൾ ഇല്ലേ? അപ്പൊ നമുക്ക് കൂടുതൽ മഴവെള്ളം അതിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഡെയിലി നീഡ്സിനുള്ള വെള്ളങ്ങൾ നമ്മളുടെ വീട്ടിലേക്ക് ഇപ്പോ നമ്മളുടെ എന്താ പറയുകയാണെങ്കിൽ നമ്മളുടെ ഗാർഡനിലേക്കുള്ള വെള്ളമൊക്കെ അതിൽ നിന്ന് എടുക്കാനൊക്കെ പറ്റും. ഡെയിലി നീഡ്സ് അത് നല്ല രീതിയിൽ സംരക്ഷിക്കുകയാണെങ്കിൽ. പിന്നെ ഒരുപാട് മരങ്ങള് നമുക്ക് പിടിപ്പിക്കാം. ട്രീസ് കട്ട് ഡൗൺ, നമുക്കറിയാം മരങ്ങൾ വെട്ടുന്നുണ്ട്. ഇപ്പൊ ബുക്സിനായിട്ടായാലും നമ്മൾ ഫർണിച്ചറിനൊക്കെ ആയിട്ട് മരങ്ങൾ ഒരുപാട് വെട്ടുന്നുണ്ട്. സോ ഇതിന്റെ അതേ നമ്പർ ഓഫ് ട്രീസ് നമ്മൾ എന്ത് ചെയ്യണം? പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു നാച്ചുറൽ വെജിറ്റേഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ എത്ര മരം നടണമെന്നാ പറയാറ് പണ്ട് പഴഞ്ചൊല്ലായിട്ട്?
2 മരാണോ? 2 മരോ? ഒരു മരം അഞ്ച്. ഒരു മരം ഒരു മരം ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര മരം നടണം? 10 തൈ ആണോ? എന്തെങ്കിലും ആവട്ടെ, അത്രയും മരങ്ങളെങ്കിലും നടണം അല്ലെ? നമ്മളൊരു മരം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും മരങ്ങൾ നമ്മൾ മാക്സിമം നടാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, മരങ്ങൾ നടണം. മരം വെട്ടാണെങ്കിൽ നമ്മൾ തിരിച്ച് ഓരോ ട്രീസ് എന്ത് ചെയ്യാൻ ശ്രമിക്കണം, പ്ലാന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ എന്താണ് പറഞ്ഞത്? ഓക്കെ, നമ്മള് റിന്യൂവബിൾ റിസോഴ്സ് ആണെങ്കിലും എന്താണ് ഓവർ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മളത് കെയർഫുൾ ആയിട്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, യൂസ് ചെയ്യാനായിട്ട്. ആ ഒരു പോയിന്റ് ഒരാൾ വായിക്കോ? ആരെങ്കിലും ഒരാള് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സ് ഒന്ന് റീഡ് ചെയ്യോ? Sustainable management of renewable resource. The primary concern in the sustainable management of renewable resource is to secure that the rate at which it is begun, replenished, or regenerated. This means that water should not be withdrawn from well at a faster rate than the rate at which rainwater is replenishing, undergrow, store, sustain. In the same way, the number of trees cut down should not outstrip the number of new trees planted. Okay, നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ primary concern in sustainable management of renewable resource is to secure that the rate at which it begins to be replenished and regenerated. നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റിന്യൂവബിൾ റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളത് ഉപയോഗിക്കുന്ന അത്രയും തന്നെ റീജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എന്തോരം എന്താണ് പ്യുവർ വാട്ടർ, ഇപ്പോ എന്താ പറയാ, നല്ല ശുദ്ധജലം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശുദ്ധജലം അത്രയും തന്നെ എന്ത് ചെയ്യുന്നില്ല, റീജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. This means that water should not be withdrawn from the well at a faster rate than which rainwater is replenishing underground storage system. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വെല്ലിലൂടെ, കിണറ്റിലൂടെ നമ്മൾ വിഡ്രോ ചെയ്യുന്ന വാട്ടറിന്റെ അത്രയും തന്നെ മഴവെള്ളത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. ചില സ്ഥലങ്ങളിൽ അങ്ങനെ കിട്ടുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ മഴവെള്ളം കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആ പ്രശ്നമില്ല. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് തമിഴ്നാടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഒരുപാട് നദികളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മഴ നല്ല രീതിയിൽ എന്താ പറയാ, നമ്മുടെ മൺസൂൺ മഴ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അല്ലെ. സൗത്ത് വെസ്റ്റേൺ മൺസൂൺ നല്ല രീതിയിൽ, തെക്ക് പടിഞ്ഞാറൻ എന്താ പറയാ കാലവർഷം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിനെ കുറിച്ചൊരു വിഷമം ഇല്ല. തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടില് ഈ വെള്ളത്തിനെ കുറിച്ച് അവർക്ക് എന്തോരം ബുദ്ധിമുട്ടാണ്. വെള്ളം അവർക്ക് ഇല്ല, അവർക്ക് കൃഷി ചെയ്യാൻ വെള്ളമില്ല അല്ലെ. അവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ അവർ നമുക്ക് വിട്ടുതരാത്തതും അത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയും വരുന്നത്. കാരണം അവർക്ക് ആ ഒരു വെള്ളം അല്ലാതെ വേറൊരു മാർഗം ഇല്ല അവർക്ക്. In the same way, the number of trees cut down, നമുക്കറിയാം അല്ലെ, ഇതേ രീതിയിൽ തന്നെയാണ് ഒരുപാട് ട്രീസ് എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. should not outstrip the number of trees planted. നിങ്ങൾക്ക് അറിയോ എത്ര ട്രീസ് ഒരു ട്രീ കട്ട് ചെയ്യുമ്പോൾ എത്ര ട്രീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്? ആരും ഒന്നും ചെയ്യുന്നില്ല അല്ലെ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബയോമാസ് എന്ന് വെച്ചാൽ നമ്മുടെ ജൈവാംശം വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ എല്ലാവർക്കും മൂന്നാറും കൊടൈക്കനാലൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? ജസ്റ്റ് മൂന്നാർ പോകാൻ ഇഷ്ടമല്ലേ? ഹൈ റേഞ്ചിലേക്കൊക്കെ പോകാൻ ഇഷ്ടമല്ലേ? അല്ലെ, നല്ലൊരു പ്രകൃതി, നല്ലൊരു നമുക്ക് തോന്നുന്നു ഇത്രയും നല്ല പ്രകൃതിയാണോ, ഇത്രയും പ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ അവിടെയും എന്തുണ്ട്, ഈ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയെ നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇപ്പൊ മലകളൊക്കെ നിരത്തി അവിടെ വീടൊക്കെ പണിയുമ്പോഴാണ് പ്രകൃതിക്ഷോഭങ്ങൾ കൂടുന്നത് അല്ലെ.
കഴിഞ്ഞ വർഷം ഈ ഒരു ജൂൺ സമയത്ത് നമ്മൾ കേട്ടൊരു വാർത്തയായിരുന്നു, ചൂരൽമല ദുരന്തം. കേട്ടില്ലേ? എന്തോരം ജീവനുകളാ നഷ്ടപ്പെട്ടത്. നമ്മുടെ പ്രകൃതിനെ ഒന്നും സൈഡ് എഫക്ട് വരുത്താത്ത രീതിയിൽ വേണം നമ്മളുടെ ഡെവലപ്മെന്റ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. ഇനി സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. The force of non-renewable resource management different from the renewable resource management. Non-renewable resource management കുറച്ച് മാറ്റങ്ങളുണ്ട്. The silent feature of non-renewable resource is that they can be drained. Drain ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് കംപ്ലീറ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. The more we use, the less remains. നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ കുറവേ ഉണ്ടാവുള്ളൂ. The earth is basically a closed ecosystem. നമുക്കറിയാം എർത്ത് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് എക്കോസിസ്റ്റം ആണ്. ദ എമൗണ്ട് ഓഫ് മാറ്റേഴ്സ് നമ്മൾ ഈ പറയുന്ന നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഒക്കെ എർത്തിൽ എങ്ങനെയാണ് ഫിക്സഡ് ആണ്. ദ എക്സിസ്റ്റിംഗ് സോളിഡ് എർത്ത് റിസോഴ്സ് ആർ ഓൾസോ വി ഹാവ് ബീൻ ആൻഡ് പ്രോബബിളി ഓൾ വി എവർ ഹാവ്. നമ്മളുടെ കയ്യിലുള്ള ഈ റിസോഴ്സ് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ യൂസ് ചെയ്യണം. നമുക്ക് പറയാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയും നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഭാവിയിലത്തെ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ റിസോഴ്സ് കരുതി വെക്കണം എന്നതാണ് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് പറയുന്നത്. എന്താണ് പറയുന്നത്? നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷന്റെ നീഡ്സ് കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് എന്താ പറയാ ഭാവി ജനറേഷന്റെ നീഡ്സ് കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് മാറ്റി വെക്കണം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമുക്കറിയാം ഫോസിൽ ഫ്യൂവൽ, പെട്രോൾ, ഡീസൽ കാര്യങ്ങളൊക്കെ വളരെയധികം വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇലക്ട്രിക് വാഹനങ്ങൾ യൂസ് ചെയ്യാം അല്ലേ? പെട്രോൾ ഡീസലിലേക്ക് വണ്ടികളൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് വാഹനങ്ങൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കൊക്കെ മാറായിട്ട് വരും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി ആണ് അല്ലെ? KCB എന്നാണ് ഇലക്ട്രിസിറ്റി വരുന്നത്. ഹൈഡ്രോ പവർ പ്ലാന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡാമുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാണ് അല്ലേ? അങ്ങനെയല്ല എല്ലായിടത്തും KCB അല്ലേ? അതിന് പകരം നമുക്ക് സോളാർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോളാർ എനർജി യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോളാർ പാനലുകൾ ഫിക്സ് ചെയ്യുക, അതിലൂടെ നമുക്ക് സോളാർ എനർജി ജനറേറ്റ് ചെയ്യാനും നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ബാക്കിയുള്ള നമുക്ക് KCBക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിൽ ചെയ്യാൻ പറ്റും. സബ്സിഡി റേറ്റിൽ ഇന്ന് സോളാർ പാനലുകൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗവൺമെന്റിന്റെ സ്കീമുണ്ട്, മോദി ഗവൺമെന്റ് സ്കീം ഉണ്ട്. അപ്പൊ അതിലാണെങ്കിൽ നമുക്ക് അത്രയും റേറ്റ് വലിയ വരുന്നില്ല. സബ്സിഡി റേറ്റിൽ നമുക്ക് സോളാർ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. എന്റെ വീട്ടിൽ ചെയ്തു. കറണ്ട് ബിൽ എന്ന് പറയുന്നത് ഇപ്പോ മേ ബി 200 രൂപയാണ് കറണ്ട് ബില്ല്. ബിലോ 200 ആണ് വരുന്നത്. നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോളാർ പാനൽ വെച്ചത്. നിങ്ങൾ നോക്കുക, കാരണം എല്ലായിടത്തും ഉണ്ട്. നിങ്ങളുടെ അടുത്ത് നോക്കാം, അധികം റേറ്റ് വരുന്നില്ല, സബ്സിഡി കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞത്? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്റെ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. നമ്മൾ മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുത്തത്. അതിൽ റിന്യൂവബിൾ റിസോഴ്സിനെ കുറിച്ചും നോൺ റിന്യൂവബിൾ റിസോഴ്സിനെ കുറിച്ചും പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും സെമിനാർ തന്നിട്ടുണ്ട്. ജൂൺ 5 ആണ് സെമിനാർ എടുക്കേണ്ട ഡേറ്റ്. വന്നത്തേക്ക് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you.